ക്രെഡിറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട് ഇപ്പൊ നമുക്ക് ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ നമുക്ക് 2 ഔട്ട്ലെറ്റും പിന്നെ ഓൺലൈൻ സംവിധാനങ്ങളാണ്. ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ചെയ്യുന്നത് പേര് വരുന്നത് മൈ അസ്ലി ഫ്രഷ് എന്നാണ് നമ്മളെ ആപ്പ്. മൈ അസ്ലി ഫ്രഷ് മാഷ് പറഞ്ഞൊരു രീതി ഉണ്ട്. അത് മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ഇനി ഒരു കാലം വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പഠിക്കൽ സാധനം എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ 99 നമുക്ക് ഭയങ്കര ഒരു അതിശയായി അന്ന്. അവിടെ വന്ന സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ മീൻ അവിടെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ എക്സ്പോർട്ട് നെറ്റ്വർക്ക് എന്നുള്ള മീനാണ് ഞാനിവിടെ റീറ്റെയിൽ ഷോപ്പിൽ കണ്ടു ഞാൻ. അപ്പോൾ ഈ സെയിം ഐറ്റംസ് ഓൺലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ അവൈലബിൾ. അപ്പോൾ നല്ല വെറൈറ്റി ഫിഷ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, ആപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത കുറേ ഐറ്റംസ് കാണാൻ പറ്റും. കംപ്ലൈന്റ് വരാറുണ്ടോ? കംപ്ലൈന്റ് വളരെ റയറാ. വന്നു കഴിഞ്ഞാൽ 1% താഴെ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്തു. അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മളെ. നമ്മതിലാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഓപ്ഷൻസിലും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമൈസേഷൻ എന്ന് പറയും. അതിന് അവർക്ക് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്ര ഒരു 1.25 കിലോനൊക്കെ വരുന്ന ഒരു വലിയ കിൻഫിഷ് എടുത്തു കഴിഞ്ഞാൽ അതിന് 40% കറി കട്ട് ചെയ്യുക, 60% റൗണ്ട് കട്ട് ചെയ്യുക. അതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനെ ഐക്കോൺ വെച്ചിട്ട് കസ്റ്റം ചെയ്ത് വാങ്ങാൻ പറ്റും. ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. ഇപ്പം ശരിക്കും നിങ്ങൾ റീറ്റെയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താ ഈ ഇങ്ങനെ റീറ്റെയിലേക്ക് എത്താണ്ടായ ഒരു കാരണം എന്താ? അതിൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇതിൻ്റെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ദുബായിനൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദുബായ്ക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സാധനങ്ങൾ വരും. അപ്പോൾ ഇന്ത്യയിൽ വില കൂടുതലായിരിക്കും. ദുബായ്ക്ക് ഇറാനിന്നോ ഒമാനിന്നോ അതല്ലെങ്കിൽ പിന്നെ മറ്റ് രാജ്യത്തു നിന്നൊക്കെ സാധനം, ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ വരും. അപ്പോൾ ആ ഏതെങ്കിലും ഒരു രാജ്യത്ത് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ സാധനത്തിന് വില കുറക്കും. ശ്രീലങ്കയിൽ നിന്ന് പോകുന്ന സാധനത്തിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ മാർക്കറ്റ് ഇവിടെ ഡൗൺ ആണ്, അപ്പോൾ ഇന്ത്യൻ്റെനും കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്താലും കുറഞ്ഞ പ്രൈസിലൂടെ പോകേണ്ട സാഹചര്യം വരും. ഒക്കെ മാറ്റം വരും. ഗ്ലോബൽ മാർക്കറ്റ് ആകുമ്പോൾ അങ്ങനെ പ്രശ്നം വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് റീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നം ഇന്ത്യൻ്റെ ഒരു ട്രെൻഡാണ് ഉണ്ടാവുക. പിന്നെ പോയി കഴിഞ്ഞാൽ ആ ക്യാഷ് എന്ത് ചെയ്യും, ആളുകൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ നമുക്ക് 2 ഔട്ട്ലെറ്റും പിന്നെ ഓൺലൈൻ സംവിധാനങ്ങളാണ്. ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ചെയ്യുന്നത് പേര് വരുന്നത് മൈ അസ്ലി ഫ്രഷ് എന്നാണ് നമ്മളെ ആപ്പ്. മൈ അസ്ലി ഫ്രഷ്. മൈ അസ്ലി ഫ്രഷ് അത് നമ്മളൊരു പേരിങ്ങനെ ആലോചിച്ചപ്പോഴേ ഒരു അസ്ലി ഫ്രഷ്, അസ്ലി എന്ന് പറഞ്ഞ സാധനത്തിൽ നമ്മൾ പിടിച്ചു. അവര് പ്യുവർ അസ്ലി എന്ന് പറഞ്ഞാൽ പ്യുവർ ഒറിജിനൽ എന്നൊക്കെ പറഞ്ഞു. ആ വേർഡിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഏകദേശം ഒരു 8 ലാംഗ്വേജിൽ അസ്ലി എന്ന് പറഞ്ഞ വേർഡ് ഈക്വലാ. പിന്നെ നമുക്ക് നെറ്റ്വർക്കിൽ ഈ സാധനം ഒന്ന് ഗ്രോ ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷൻ നോക്കുമ്പോൾ GCC ഒക്കെയാണ്. അപ്പൊ അവിടെ ആണെങ്കിലും തന്നെ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട്. പിന്നെ നിങ്ങളൊരു ഈ ഇപ്പൊ റീറ്റെയിൽ നിങ്ങൾ ഷോപ്പിൽ കുറെ കാലമായിട്ട് വിൽക്കുന്നതും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇ-കൊമേഴ്സ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ലിങ്ക്ഡിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, എന്തോ ഒരു മാസവുമായി ബന്ധപ്പെട്ട ഒരു കഥയൊക്കെ. അതെന്താ സംഭവം? അത് ഞാൻ ഇപ്പോൾ ഇ-കൊമേഴ്സ് എന്നുള്ള ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ആദ്യമായിട്ട് ഇ-കൊമേഴ്സ് എന്നുള്ള കാട്ടത് 4ാം ക്ലാസ് പഠിക്കും. 1999 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ മാഷിൻ്റെ കയ്യിൽ നിന്നാണ് ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം എനിക്ക് ഈ സാധനം അന്ന് കേൾച്ചു. അന്ന് എൻ്റെ മാഷ് പറഞ്ഞൊരു രീതി ഉണ്ട്. അന്ന് മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ഇനി ഒരു കാലം വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ വെബ്സൈറ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ പഠിക്കൽ സാധനം എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ 99 നമുക്ക് ഭയങ്കര ഒരു അതിശയായി അന്ന്. കാരണം നമ്മൾ കടയിലൊക്കെ പോയി കമ്പ്യൂട്ടർ പോലും കാണാത്ത സമയത്ത് അപ്പോൾ ഈ പിന്നെ നമ്മൾ കടയിലൊക്കെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. റേഷൻ കടയിൽ പോയി വരിക, ഗ്രോസറി പോയി വരിക. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ഈ സാധനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനുള്ള സമയം അവിടെ കിട്ടി ഉള്ള ഇത് വന്നു. അങ്ങനെ മൈൻഡിൽ കയറി അങ്ങനെ ഒരു കാലൊക്കെ മുമ്പോട്ട് പോയി. പിന്നെ ഇത് പറഞ്ഞ സാറിന് എന്തുണ്ട്, ഇത് നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ ഈ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സാറോട് പറഞ്ഞു, സാറേ ഞാൻ നിങ്ങൾ 4ാം ക്ലാസ് എന്നെ പഠിപ്പിച്ച ആ ഒരു ബിസിനസ് മോഡലൊക്കെ ചെയ്യാൻ പോണായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ്, അന്ന് മാധ്യമത്തിൽ വന്നൊരു എഡിറ്റോറിയലിൽ വായിച്ചിട്ടാണ് സാറ് ക്ലാസ്സിൽ വന്നത്. അപ്പോൾ സാറിന് മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പുതുതായിട്ട് സിലബസിന് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന സാധനം പറഞ്ഞു കൊടുക്കണം. മൂപ്പരെ ആ ഒരു അമീദ് മാഷ് എന്ന് പറയും. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ആള്. റിട്ടയർ ആയിട്ടില്ല, റിട്ടയർ ആവാനായി തുടങ്ങിയപ്പോ. അപ്പോ ആ സാറിന് ഒരു ഡെഡിക്കേഷൻ ആണ്. നമ്മൾ ആദ്യം ചില മാഷന്മാർ ഇപ്പൊ ചില ചെറിയ ചെറിയ പോയിന്റുകൾ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ
അത് ചില ആളുകളുടെ മനസ്സിൽ എങ്ങനെയാണ് കൊള്ളുക എന്നുള്ളത് ഭയങ്കര. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഈ കൊമേഴ്സ് ചെയ്യുന്ന ഇപ്പോൾ ക്യുക്കൊമേഴ്സിന് ഭയങ്കര ഇത് വരുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ എങ്ങനെ ക്യുക്കൊമേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് അവിടെ? നമ്മളൊരു ക്യുക്കൊമേഴ്സ് മോഡലാണ്. നമ്മൾ തുടങ്ങിയ സമയത്ത് കൊമേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു 20 മിനിറ്റ്സ് മുതൽ നമ്മൾ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ പെരിഷബിളിന്റെ സെഗ്മെന്റിൽ അത് ഫാസ്റ്റ് ആണ്. തലേന്ന് ഓർഡർ ചെയ്യണോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ലൈവായിട്ട് ഓർഡർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, അങ്ങനെയൊക്കെയാണ്? അത് പല ഡെലിവറി ടൈപ്പ് ഉണ്ട്. നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ പറ്റും, അവർക്ക് സ്ലോട്ട് ചെയ്ത് ബുക്ക് ചെയ്യാം, അവരുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഫുൾ 24 hours ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. ആപ്പിലപ്പോൾ ഈ ക്യുക്കമേഴ്സ് മാത്രമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ തലേ ദിവസം ഓർഡർ ചെയ്ത പരിപാടി? കാരണം ഫ്രഷ് ഫിഷിലൊക്കെ ഞാൻ കൂടുതൽ ചിക്കനൊക്കെ ഓർഡർ ചെയ്ത് തലേ ദിവസമൊക്കെ ഓർഡർ ചെയ്തിട്ട് ആൾക്കാർ വാങ്ങുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ആ തലേ ദിവസം അവർക്ക് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് രാത്രി അവർ ഓർഡർ ചെയ്യും, രാവിലത്തെ ഫസ്റ്റ് സ്ലോട്ടിലൊക്കെ ബുക്ക് ചെയ്തിടും, നമ്മൾ രാവിലെ തന്നെ ഡെലിവറി പോകും. പിന്നെ അവർക്ക് പിന്നെ പെട്ടെന്ന് ആവശ്യം വരുന്ന ആൾക്കാർ ഓർഡർ ചെയ്ത് എക്സ്പ്രസ് ഡെലിവറി കൂടുതൽ ആൾക്കാർ നേരിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ലൈവ് ഓർഡർ ചെയ്ത് കണ്ട് അപ്പോൾ വാങ്ങി കുക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ? 2 ടൈപ്പ് ഉണ്ട്. ആദ്യമൊക്കെ അവര് നമ്മളായിട്ട് കൂടുതൽ ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ രാത്രി തന്നെ ഓർഡർ ചെയ്തിട്ട് പോകും, സാധനം കിട്ടുന്നുള്ള ഉറപ്പ് വരുമ്പോ. അപ്പോ ഈ സാധനം കൊടുക്കുന്ന സമയത്ത് ഇപ്പോ ഇപ്പൊ ഞാൻ അന്ന് ഇപ്പൊ നിങ്ങളവിടെ ഒരു പ്രാവശ്യം അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അവിടെ വന്ന സമയത്ത് നമ്മൾ ഇതുവരെ കാണാത്ത കുറേ മീൻ അവിടെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ എക്സ്പോർട്ട് നെറ്റ്വർക്ക് എന്നുള്ള മീനാണ് ഞാനിവിടെ റീറ്റെയിൽ ഷോപ്പിൽ കണ്ടു ഞാൻ. അപ്പോൾ ഈ സെയിം ഐറ്റംസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്? ഓൺലൈൻ അവൈലബിൾ. അപ്പോൾ നല്ല ഫിഷ് വെറൈറ്റി ഫിഷ് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, ആപ്പ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത കുറെ ഐറ്റംസ് കാണാൻ പറ്റും. ഫിഷ് അല്ലാതെ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ? ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ മട്ടന്, ഏകദേശം എല്ലാ ഐറ്റം ഉണ്ടോ? ഫ്രഷുമായി ബന്ധപ്പെട്ട ഐറ്റംസ്. അപ്പോൾ ഈ ചിക്കൻ എല്ലാവരും ആന്റിബയോട്ടിക്, നിങ്ങൾ എങ്ങനത്തെ ചിക്കനെ കൊടുക്കണ്ട അല്ലെങ്കിൽ നാടൻ മാത്രമാണ്, എങ്ങനെയാണ് അതിന്റെ ഇത് വരുന്നത്? അതില് നാടനും ഉണ്ട്, പിന്നെ ബ്രോയിലറിൽ വരുന്ന ആന്റിബയോട്ടിക് ഫ്രീ ആയിട്ട് വരുന്ന നല്ല ട്രസ്റ്റഡ് ഫാമുകളിൽ നിന്നും സോഴ്സ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ അതെങ്ങനെ ഈ കസ്റ്റമർക്ക് നിങ്ങൾ അതിന്റെ ഇത് കൊടുക്കുന്നത്? പാക്കിംഗ് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ഫ്രഷ്ലി കട്ട് ചെയ്ത് പ്രോസസ് ചെയ്തിട്ട് അതിനെ വാക്യൂം ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ്. വാക്യൂം ചെയ്ത് പാക്ക് ചെയ്യും. അപ്പൊ എത്ര സമയം വരെ അത് ഇരിക്കാൻ പറ്റും കവറിൽ ഇങ്ങനെ? അത് നമ്മൾ കൊണ്ടുപോകുന്ന സമയം തൊട്ട് തന്നെ അതിന് കോൾഡ് ചെയിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനൊരു 4 ഡിഗ്രീൻ്റെ ഒക്കെ ആ സമയം ഇതിൽ കീപ്പ് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇത് പാക്കറ്റ് ആക്കി ഈ ബോക്സിൽ വെച്ചു. ആ ബോക്സ് എന്താണ് കോൾഡ് ചെയിൻ ആണ്, അങ്ങനെയാണോ? ബോക്സിനകത്തും ജെൽ പാഡ് ഉണ്ടാവും. ജെൽ പാഡ് ഉണ്ട്. അപ്പോൾ ഈ ആളെ കയ്യിലെത്തിയാൽ അവർ കുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇപ്പൊ ഒരാള് കംപ്ലൈന്റ് ആയിട്ട് ഒരാൾ പറയണ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ഇപ്പൊ ഒരാള് ഫിഷ് ആണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കംപ്ലൈന്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യാറുള്ളത് കംപ്ലൈന്റ് സ്വീകരിക്കുക, എങ്ങനെയാണ് അതിന്റെ കംപ്ലൈന്റ് നമ്മൾ സ്വീകരിക്കും. അതിന് നമ്മൾ 100% അവർക്ക് റീഫണ്ടോ റീപ്ലേസ്മെന്റോ അവർക്ക് എന്താണ് അവരുടെ കൺസേൺസ് അതിന് ചെയ്തു കൊടുക്കും. അതായത് ഒരു കസ്റ്റമർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ 100% അവർക്ക് പരിഹാരം. അവിടെ വേറെ എന്തെങ്കിലും പൈസ പോയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടി, അല്ലെങ്കിൽ ആളെ വിളിക്കും മറ്റന്നാ വിളിക്കും, അങ്ങനത്തെ അതൊന്നുമില്ല. സ്പോട്ടിൽ അങ്ങനെ കംപ്ലൈന്റ് വരാറുണ്ടോ? കംപ്ലൈന്റ് വളരെ റയറാ. വന്നു കഴിഞ്ഞാല് 1% താഴെ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്തു അവരുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളെ മെയിൻ. പിന്നെ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത് എന്ത്, സാധാരണ ഉള്ള എല്ലാ ബ്രാൻഡും ഒരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒന്ന് മലയാളീസിന് അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ ബേസ് ചെയ്ത്. പക്ഷെ നിങ്ങളിതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ബംഗാളികൾ ഓർഡർ ചെയ്യുന്നുണ്ട്, ഒറീസക്കാരുണ്ട്, ബാംഗ്ലൂർ നേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ കേരളക്കാരുണ്ട്, മിക്സ്ഡ് ആയിട്ട് എന്താ ശരിക്കും. അപ്പോൾ ഈ ക്യുക്കമേഴ്സും ഇ കൊമേഴ്സും കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും അവിടെ നല്ലൊരു ഭയങ്കര വലിയൊരു മാർക്കറ്റ് അവിടെ മറ്റുള്ളവർ ടാപ്പ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇത് പോണ സമയത്ത് എന്താണ് നിങ്ങൾ USP എന്താണ് ഇതിൻ്റെ? അത് നമുക്കൊരു കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഈ ഫ്രഷ് ഫിഷ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് പല കമ്മ്യൂണിറ്റിക്കും പല പാറ്റേൺ ആണുള്ളത്. ചിലവർക്ക് അതിൻ്റെ തലയും കാലും എല്ലാം കൂടി വേണം, ബംഗാളി മറ്റു ചിലവർക്ക് അതിനെന്ത് മതി, സ്റ്റീക്കായിട്ട് പീസായിട്ടൊക്കെയുള്ള പോർഷൻ മാത്രം മതി. നമ്മളതിലാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ ഓപ്ഷൻസിലും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കസ്റ്റമൈസേഷൻ എന്ന് പറയും. അതിന് അവർക്ക് ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത്ര ഒരു 1.25 കിലോനൊക്കെ വരുന്ന ഒരു വലിയ കിൻഫിഷ് എടുത്തു കഴിഞ്ഞാൽ അതിന് 40% കറി കട്ട് ചെയ്യുക, 60% റൗണ്ട് കട്ട് ചെയ്യുക, അതിനൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനെ ഐക്കൺ വെച്ചിട്ട് കസ്റ്റം ചെയ്ത് വാങ്ങാൻ പറ്റും. ഓർഡർ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കസ്റ്റം ചെയ്തിട്ട് കൊടുക്കും ചെയ്യും. സെയിം പ്രൈസ്, അതിനെന്താണ് ഓൾ ഫിഷിന്റെ അതിന് പ്രൈസ് വരുന്നത്, അതേ പ്രൈസിൽ അവർക്ക് ആവശ്യമുള്ള ഫിഷ്. കട്ടിങ്ങിന് ചാർജ് വേറെ അതൊന്നും വരില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ
ഈ ഒരു കടയിൽ പോയി വാങ്ങുന്ന ഒരു രീതിയിലാണ് അതിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ കടയിൽ വന്ന ആൾക്കാർ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സാധനമായിരിക്കും ചിലപ്പോൾ. ഞാൻ ഓഫ്ലൈൻ സ്റ്റോർ ചെയ്ത സമയത്ത് ഈ കസ്റ്റമറുടെ പാറ്റേൺ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് അതിൽ. അപ്പോൾ ഓരോ കസ്റ്റമർക്കും പർച്ചേസ് ചെയ്യുന്ന രീതി വ്യത്യാസമുണ്ട്. ചിലർ പറയും ഈ ഫിഷ് 2 പീസ് എടുക്കുക, അല്ലെങ്കിൽ 5 പീസ് എടുക്കുക, പീസ് ചെയ്ത്. ചിലർ മൊത്തമായിട്ട് എടുക്കും, ചിലർ ഇതിനൊരു 1/2 kg പോർഷൻ എടുക്കും. അപ്പോൾ ഇതിനെല്ലാവരും കൂടി സോൾവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇട്ടിട്ടാണ് നമ്മൾ ആപ്പ്. പിന്നെ ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, അപ്പോൾ ഈ സ്പെസിഫിക് ഡയറ്റ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു റൊട്ടീൻ ഓഫ് ഫുഡ് ഉണ്ടാവും. ഇന്ന ഇത്ര kg ചിക്കന്, അല്ലെങ്കിൽ ഇന്ന പീസ് ചിക്കന്, അല്ലെങ്കിൽ മീനിൻ്റെ ഇന്ന സാധനം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കസ്റ്റമൈസേഷൻ ചോദിച്ചു വരലുണ്ടോ? അങ്ങനെ അവർക്ക് ബ്രസ്റ്റ് പീസ് ഒക്കെ വരും, ബ്രസ്റ്റ് ചിക്കൻ്റെ ബ്രസ്റ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജിമ്മിനായിട്ട് അസോസിയേറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ ആ കമ്മ്യൂണിറ്റി ടൈപ്പ് ചെയ്യാൻ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നല്ലോ ഇപ്പോൾ, അതായത് എക്സ്പ്ലോർ ബാംഗ്ലൂർ എന്നുണ്ട്. എന്താ അങ്ങനെ ഒരു സാധനമൊക്കെ, ബാംഗ്ലൂർ കറങ്ങാന്നൊക്കെ? അത് നമ്മളൊരു പുതുതായിട്ട് ജോലിക്ക് വരുന്ന ഒരാളുകൾക്ക് ചിലപ്പോൾ ഇതിനൊരു അവസരം കിട്ടിയെന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വരുന്ന പുതിയ ആളുകളുണ്ട്. അത് സ്വപ്നത്തിൽ നിന്നാണ് എന്തെങ്കിലും ഒരു സംരംഭം നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഒരു ജോലി പ്ലസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുക. അപ്പൊ അവർക്ക് സാലറി കിട്ടുന്നു. അതാണ് അവർക്കൊരു 20 days ആണ് വർക്ക് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 10 ദിവസമെങ്കിലും അവരെന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിൽ ബാംഗ്ലൂർ പോയി കണ്ടിരിക്കണം. അതിന്റെ എക്സ്പെൻസ് നമ്മൾ കൊടുക്കും, അതിന്റെ ഷെഡ്യൂൾ നമ്മൾ കൊടുക്കും. അപ്പൊ അതിലൂടെ അവരെന്ത് ചെയ്യാ, ബാംഗ്ലൂരിന്റെ ഭാഗങ്ങൾ കാണാം. മൈസൂർ പോകാൻ പറ്റും, മൈസൂര് നമ്മൾ ബാംഗ്ലൂരിന്റെ പരിസരങ്ങള്, കാര്യങ്ങള്, ടൗണുകളൊക്കെ അവർക്ക് കാണുക. അവിടുന്ന് അവർക്ക് എന്തെങ്കിലും ആശയങ്ങളോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യലൊക്കെ മനസ്സിലാക്കാം. മാർക്കറ്റ് ഇതാണ്, രീതികൾ ഇതാണ്. ഒരു 1-2 മാസം നമ്മളെ കൂടെ വർക്ക് ചെയ്യുക, ഇതൊക്കെ മനസ്സിലാക്കുക. അവരുടെ സ്വപ്നം അവർ ബിൽഡ് ചെയ്യുക. ഒരു എന്റർപ്രണർ ആവാനും കൂടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൽ വരാന്നുള്ളതാണ് ബേസിക് സപ്പോർട്ട്. അവർക്ക് ഒരു മനുഷ്യന് ആവശ്യമുള്ള ബേസിക് താമസം, ഫുഡ്, കാഴ്ചപ്പാട് ഈ വിഷയമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരിക, മനസ്സിലാക്കുക. അവർക്ക് എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുക, പോവുക. അപ്പൊ ശമ്പളം കിട്ടും ആ സമയത്തൊക്കെ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ശമ്പളം കിട്ടും അവർക്ക്. അതും കിട്ടും. അതുകൊണ്ട് വെറൈറ്റി പരിപാടിയാണല്ലോ. കാരണം ഞാൻ ഇതൊരു ന്യൂസ് പേപ്പറിലാണ്, ഞാൻ ന്യൂസിന്റെ ഇതിലാണ് വായിച്ചത്, ഞാൻ ഒരു ഓൺലൈൻ ന്യൂസിൽ എക്സ്പ്ലോർ ബാംഗ്ലൂർ എന്നിട്ട്. അപ്പോൾ ഇത് ശരിക്കും എല്ലാ പത്രക്കാരൊക്കെ അത് ന്യൂസാക്കി ശരിക്കും. അപ്പോൾ അതൊരു വെറൈറ്റി ആക്ടിവിറ്റി. നമ്മളൊരു പെയിൻ പോയിന്റ് ആയിരുന്നു. നമ്മളൊരു ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് നമുക്കിത് ഫസ്റ്റ് ഒന്നും ഈ ബാംഗ്ലൂർ ഒരു ജോലിക്ക് വന്ന ഒരാൾക്കും കൂടുതലൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ പിന്നെ ഒരു ദിവസമൊക്കെ റെസ്റ്റ് കിട്ടുമ്പോൾ അവരിതിന് നിൽക്കൂല. നമ്മളിത് ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവര് കാണാൻ വരുന്നവന് കാണാൻ പോയിരിക്കണം. ആ ദിവസങ്ങളിൽ 10 ദിവസം ആണെങ്കിൽ ആ 10 ദിവസം ഒരു ദിവസം മെജസ്റ്റിക്, ഒരു ദിവസം മറ്റേ സ്ഥലം, അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ സ്ഥലങ്ങൾ കണ്ടിരിക്കണം. അവർക്ക് പല കാര്യങ്ങളും അവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സ്വിഗ്ഗി എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, റാപ്പിഡോ ഉണ്ട്, മറ്റേതുണ്ട്, പല ഓപ്പർച്യൂണിറ്റികളുണ്ട് മാർക്കറ്റിൽ, പല കമ്മ്യൂണിറ്റി, ഇതൊക്കെ കാണുക. അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് താല്പര്യമുള്ളതിൽ അവർ ചെയ്യാം. പിന്നെ നിങ്ങൾ അവിടെ ചെയ്തൊരു സംഭവം ഉണ്ടായത്, ഒരു ബോക്സിൽ മീൻ വെച്ചിട്ട് എന്തോ QR കോഡ് ഒട്ടിച്ചിട്ട് സംഭവം, എന്താ സംഭവം? അത് നമ്മളെ ഒരുപാട് കസ്റ്റമർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നമ്മളെ ആപ്പ് ആദ്യമായിട്ട് എവിടെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഒരു ആഡ് കണ്ടു, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ, ഒരു ഫ്രണ്ട് റെഫർ ചെയ്തു, അതിൻ്റെയൊക്കെ പേരിൽ അവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, പ്രീപെയ്ഡ് ചെയ്തു, നമ്മളൊക്കെ ഓർഡർ ചെയ്ത് ട്രസ്റ്റ് ചെയ്ത കസ്റ്റമർ ഉണ്ട്. അത് തിരിച്ച് നമ്മൾ അവരെന്ത് ചെയ്തു, ഒന്ന് ട്രസ്റ്റ് ചെയ്യാം. നമ്മൾ ഓപ്പൺ സ്പേസിൽ ആളുകൾ കൂടുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, നമ്മളെ ബോക്സ് വെച്ചു, അതിൽ കുറച്ച് പ്രൊഡക്റ്റുകൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതിന് എടുത്തിട്ട് പോവാം, അത് സ്കാൻ ചെയ്യാം, പേയ്മെന്റ് ചെയ്യണമൊക്കെ അവർ ചെയ്ത് ചെയ്യാൻ പറ്റും. അതിന് നമ്മളെ ഒരു ട്രസ്റ്റ് സ്റ്റോർ എന്നുള്ള ആൾക്ക് അവരെന്ത് ചെയ്തു, ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും എത്തും. അത് ഇനി നമ്മളെ യൂണിറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു ഇത് വരും, ഒരു വെറൈറ്റി ആയിട്ട് ഒരു ആക്ടിവിറ്റി ഫ്രഷിൽ കീപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റും നമ്മളെ യൂണിറ്റുകളൊക്കെ. അതായത് അപ്പോൾ ആൾക്കാർ പൈസ പോകുന്നുണ്ട്, അതൊക്കെ തരുന്നുണ്ട്. ആരും അങ്ങനെ പറ്റിക്കണമൊന്നുമില്ല. അതൊന്നും ചെറിയ എമൗണ്ട് ഇതൊക്കെ വരുള്ളൂ. നമുക്ക് അത് കൂടുതലും പൈസ ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇതല്ല വിഷയമല്ല. പക്ഷെ ഇത് ആളുകൾ ട്രസ്റ്റ്, നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്ത് അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും. അതുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അങ്ങനത്തെ ആയതുകൊണ്ട്, ക്വാളിറ്റിയിലായതുകൊണ്ട് തന്നെ അവർക്കും ആ ബുദ്ധിമുട്ട് വരുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് പേര് ഇങ്ങോട്ട് ട്രസ്റ്റ് ചെയ്യും, അപ്പോൾ നമ്മൾ തിരിച്ച് അവരും ട്രസ്റ്റ് ചെയ്തിട്ട് സാധനം കൊടുക്കുന്നു, നമ്മൾ ഹാപ്പിയാണ് അതിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ബാംഗ്ലൂർ മൊത്തം ഉണ്ടോ? ഇപ്പോൾ എങ്ങനെയാണ് അടുത്ത പ്ലാൻ എന്താ ഇതിൻ്റെ? നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ബാംഗ്ലൂരിൽ 2 യൂണിറ്റാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു 3 monthsന്റെ ഉള്ളിൽ നമ്മൾ ബാംഗ്ലൂർ ഓവറോൾ ബാംഗ്ലൂർ നമ്മൾ എന്ത് ചെയ്യും എക്സ്പാൻഷനുള്ള പരിപാടിയിൽ ഗ്രോത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മറ്റ് സിറ്റികളിലോട്ടും പ്ലാനിങ് നടക്കുന്നുണ്ട്. കേരളത്തിലെ യൂണിറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊക്കെ നിങ്ങളെ സ്വന്തം ഓൺ പൈസ കൊണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇപ്പൊ നമുക്ക് ഒരുപാട് എൻക്വയറീസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത ഫുള്ള് നമ്മൾ ഓൺ പരിപാടിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് എൻക്വയറി കാര്യങ്ങളൊക്കെ വന്ന് അതിന്റെ എക്സ്പാൻഷനിലാണ് ഇപ്പൊ യൂണിറ്റ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ വരുന്നത്? അതായത് ഇപ്പോൾ റീറ്റെയിൽ സ്റ്റോർ ഉണ്ട്, പിന്നെ ഒരു ഡാർക്ക് സ്റ്റോർ ഉണ്ട്, ഇ കൊമേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ മറ്റ് ആളുകൾ ഓൺ ബോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ അവർക്കൊരു റീറ്റെയിൽ സ്റ്റോറും ഒരു ഡാർക്ക് സ്റ്റോറാണ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഓപ്പറേഷൻ കാര്യങ്ങളും നമ്മളെ ചെയ്യാം. ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർഡ് ചെയ്യാനും ഇതിന്റെ നമ്മളെ സ്റ്റാൻഡേർഡ് ഫോളോ അപ്പ് ചെയ്യാനും നമ്മൾ അതായത് ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസിൽ കൈ കടത്താനുള്ള ഓപ്പറേഷനിൽ നമ്മളെ ക്വാളിറ്റി വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറല്ല. ഇപ്പൊ ഉള്ള നിലവിലുള്ള സെറ്റപ്പ് വെച്ചിട്ട് എത്ര കസ്റ്റമർ ക്യാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ? നമ്മൾ ഓരോ യൂണിറ്റിലും നമുക്ക് ഒരു പെർ ഡേയിൽ ഒരു 5000 യൂണിറ്റ് ഓർഡേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹൈപ്പർ ലോക്കൽ യൂണിറ്റുകളാണ്. ഓരോ 5-8 കിലോമീറ്ററിൽ നമ്മളെ യൂണിറ്റുകൾ ഉണ്ട്. വരാനുള്ള പ്ലാനിങ്. സ്റ്റോറേജ് ഉണ്ട്, എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? ഓരോ യൂണിറ്റിലും അതിന്റെ കോൾഡ് സ്റ്റോറേജ് കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു യൂണിറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? അത് യൂണിറ്റിന്റെ എൻ്റയർ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആ യൂണിറ്റിന്. ഓട്ടോമേറ്റഡ് ആണോ അല്ലെങ്കിൽ അത് റെഗുലർ പോണ സിസ്റ്റംസ് ഒക്കെ ഓട്ടോമേറ്റഡ് ആണ്. പിന്നെ മാൻ പവർ ചെയ്യേണ്ട കാര്യങ്ങൾ കട്ടിങ് ക്ലീനിങ് ഒക്കെ ഓട്ടോമേറ്റഡ് ഇതിലല്ല. പിന്നെ എന്താ നിങ്ങളൊരു കട്ടിങ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്തിരിക്കണെന്ന് പറഞ്ഞ് അതെന്താ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പരിപാടി തന്നെ? അത് ഈ ഒരു ഫിഷിന്റെ കട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ആരെങ്കിലും ഈ കടയിലൊക്കെ എത്തി പഠിച്ചെടുക്കണം. അതിനൊന്നും പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ഒരു ഇതിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മാൻ പവറിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് അത്യാവശ്യം GCC-ലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ തന്നെ അവർക്ക് ഇത് നമ്മളെ ഈ ഒരു തിയറി അല്ലാതെ ഒരു പ്രാക്ടിക്കലും കൂടി പഠിച്ചിട്ട് പോകാന്നുള്ള സാധനമാണ്. പ്രാക്ടിക്കലൂടെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നമ്മുടെ അടുത്ത് പ്രൊഫഷണൽ കട്ടേഴ്സ് ഉണ്ടാവും. അതിന് ഓരോ ഫിഷിന് കട്ടിങ്ങിന്റെ രീതി വ്യത്യാസമുണ്ട്. അതിന് ക്ലീൻ അതിന് അത് ഓരോന്നിന് സ്കെയിലിൽ എടുക്കുന്നതിന് പലതിനും വ്യത്യാസമുണ്ട്. കട്ട് ചെയ്യുന്ന രീതി പല ഷേപ്പ് കട്ടിങ്ങും ഉണ്ട്. സ്റ്റീക്കും റൗണ്ടും പിന്നെ ഫിംഗർ കട്ട്, ഫില്ലറ്റ്, പിന്നെ ബട്ടർഫ്ലൈ കട്ട്, പല രീതിയിലുള്ള കട്ടിങ്ങുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ടിങ് വ്യത്യാസമാണ്. ഓരോ ഫിഷിൻ ഐറ്റംസും അതിൻ്റെയൊക്കെ ഓരോ പോയിന്റുകളിൽ കട്ട് ചെയ്യണം, പ്രസ് ചെയ്യണം, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും പഠിപ്പിക്കും. ഇന്ത്യയിൽ തന്നെ 35,000 രൂപ. ഇതൊരു ഒരു ഫിനിഷിംഗ് സ്കൂൾ, ഫിഷ് കട്ടിങ്ങിന്റെ ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറയാൻ പറ്റുമോ? ഫിഷ് കട്ടിങ്ങിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് അവർക്ക് പഠിച്ച് നമ്മുടെ അടുത്ത് തന്നെ ഒരു ജോലിയും ചെയ്ത് സാലറിയോട് കൂടിയിട്ട് അവർക്ക് പിന്നെ GCC-യിൽ എവിടെയെങ്കിലൊക്കെ പോയി ചെയ്യണമെങ്കിൽ ചെയ്യാം. നമുക്ക് യൂണിറ്റിൽ ആളെ കിട്ടും ചെയ്യും. ഷോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനം. അപ്പൊ ഇത് നിലവിലുള്ള ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ഇത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ലൈവ് ഇത് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂണിറ്റിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഈ ഇങ്ങനെ വരുന്നവര് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതൊക്കെ എന്താണ്? നമ്മളെ മെയിലില് ത്രൂ ബന്ധപ്പെട്ടിട്ട് ലിമിറ്റഡ് സ്ലോട്ടേ ഉണ്ടാവുള്ളൂ. ഓരോ യൂണിറ്റ് വളരെ ചെറിയ ബാച്ച് ആയിട്ടാണ് ഓരോ യൂണിറ്റിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ. ഇപ്പൊ ഇതിന്റെ പാർട്ടായിട്ട് ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ബാംഗ്ലൂർ 10 സെൻട്രലായിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 3 സെൻട്രൽ ഏകദേശം ആയിട്ടുണ്ട് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവരിതിലെ പാർട്ടായിട്ട് വരേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പറേഷൻസ് ഓൾറെഡി നിങ്ങളാണ്. ഓപ്പറേഷൻസ് നമ്മളാണ്. അപ്പോൾ അവർ അതിന്റെ ഡാർക്ക് സ്റ്റോർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രാഞ്ചൈസി മോഡലൊക്കെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു മന്ത്ലി ഇൻകം പ്ലാൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ? അതെ, നമ്മളതിന്റെ CA ഫോം ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ അതിന്റെ ഒരു നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്? ഇവിടെയുള്ള നിലവിലുള്ള ഫിഷർ ടൈപ്പ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ചെയ്യാനാണോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിന്റെ സെറ്റപ്പ് ഇവിടെ ഒരു ടീമിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് യൂണിറ്റ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് നിലവിലുള്ളവർ തന്നെ അതിന്റെ ക്വാളിറ്റി ഉണ്ടാക്കിയ SOP പ്രോസസ്സും അതേപോലെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനൊക്കെ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി അഷുറൻസും അതിന്റെ എൻ്റെ സാധനം ബാക്ക് എൻഡ് കാര്യങ്ങൾ നമ്മളായിരിക്കും ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു ഫിഷ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന ഒരു പ്രോസസ്സ്, ഇപ്പോൾ കാരണം നിങ്ങളവിടെ പ്രോസസ്സ് SOP ഉണ്ടാക്കിയിട്ട് നിർബന്ധമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എങ്ങനെയാണ് ആ ഒരു ജേണി എന്ന് പറയും? ഒരു കസ്റ്റമർ ആപ്പിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് എന്തുണ്ടാവും?
ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഓരോ ഫ്രീക്വൻസിയിലുള്ള അപ്ഡേറ്റ് ഒരു ആപ്പിൽ വരും. അത് നല്ലൊരു പ്രോസസ്ഡ് ആണ്, പാക്കിംഗ് ചെയ്തു, ലേബലിംഗ്, പിന്നെ ഔട്ട് ഫോർ ഡെലിവറി, പിന്നെ ഷിപ്പ്ഡ് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ സ്റ്റാറ്റസുകൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് ഓപ്പറേഷൻസ് ഡെയിലി, കാരണം നിങ്ങൾ എല്ലാ ദിവസവും വെറുതെ അവിടെ ഇവിടെ ഇറങ്ങണൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആരാ ഓപ്പറേഷൻ നോക്കണപ്പോൾ? ഓപ്പറേഷനിൽ നമുക്ക് ഓരോ യൂണിറ്റിലും അതിന്റെ ഹെഡ് കാര്യങ്ങൾ, പിന്നെ സെൻട്രലൈസറിൽ അതിന്റെ ഓപ്പറേഷൻ ഹെഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഇപ്പോൾ ഉള്ളത്, റണ്ണിങ് ആയി പോകുന്നത്. ഈ ടെക് എങ്ങനെ നിങ്ങൾ ഓൺ ടീം വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ടെക്കിൽ എൻ്റെ ഒരു കോ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു 24 വർഷമായിട്ട് ഗ്ലോബൽ ഐ.ടിയിൽ എക്സ്പീരിയൻസ് ഉള്ള എൻ്റെ ബ്രദറാണ്. അവരാണ് ഇതിന്റെ ഒരു ബാക്ക്, അതായത് നിങ്ങളെ എക്സ്പോർട്ടിൽ നിങ്ങളെ കൂടെ ബ്രദർ തന്നെയാണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ടുള്ളത്. അപ്പൊ ടെക്കിലിങ്ങൊക്കെ പ്രശ്നമില്ല. എന്താ പുതിയ AI സംഭവങ്ങളൊക്കെ വരുന്നത്, എന്താണ് ഇതിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതിന് നമുക്ക് AI-ക്കായിട്ട് നമ്മളൊരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഓരോ സെക്ഷനും ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസുകൾ ഓട്ടോമേറ്റ് ചെയ്യാനും, പിന്നെ ഡീറ്റെയിൽ എടുത്തിട്ട് ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള നമുക്ക് പ്രൊഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മൈക്രോ സർവീസ് പ്രൊജക്റ്റുകളാക്കിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു 3-4 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ AI നമ്മുടെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ആയി തുടങ്ങും. ഓക്കെ. അപ്പോൾ ഒരു അതായത് ഒരു ടെക്കില് അഡ്വാൻസ് ടെക്കും കൂടി നിങ്ങൾ ഉപയോഗിക്കാനുള്ള AI-ന്റെ കൂടെ പോയാൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവാനുള്ളതുകൊണ്ട് AI നമ്മളെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അതായത് നിങ്ങൾ ഓഫീസിലൂടെ വരുന്ന സമയത്ത് ഒരു 4-5 സ്റ്റാഫിനൊക്കെ കാണാറുള്ളൂ. ശരിക്കും നിങ്ങൾ ഈ എക്സ്പ്ലോർ ബാംഗ്ലൂരും പറയുന്നുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യാൻ പോയതാണ്, അല്ലെങ്കിൽ ഇവര് എനിക്ക് തോന്നുന്നത് 20 സ്റ്റാഫായിട്ടൊക്കെ ഉണ്ടതുകൊണ്ട് അതെന്താ അവർ വർക്ക് ഫ്രം ഹോം അങ്ങനെ എന്തെങ്കിലാണോ? അത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ലിം ടീമിനായിട്ടാണ്. നമ്മൾ MBA കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ ടീം വലുതാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അത് കൂടുതലും വർക്ക് ഫ്രം ഹോംസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾക്ക് HR, CFO കാര്യം ഇതൊക്കെ വർക്ക് ഫ്രം ഹോംസ് ആണ്. ടെക് ടീമുകൾ ഒറ്റൊന്നും ബാംഗ്ലൂരിലില്ല, അവരൊക്കെ വർക്ക് ഫ്രം ഹോം എന്നാണ് കാര്യം ചെയ്യണത്. അത് അവർക്ക് ഒരു കൺവീനിയൻസ്, അവരുടെ കംഫോർട്ടിൽ ഇരുന്നിട്ട് അവർ കിട്ടുന്ന റിസൾട്ട് കൂടുതലാണ് കുറവാണ്. റിസൾട്ടിലൊക്കെ നമ്മൾ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ട്. നമ്മൾ ഓരോ ടീം എന്ത് ചെയ്യണം എന്നുള്ളത് ഡെയിലി അതിന്റെ ഇവിടുന്ന് ബാക്കിൻ്റെ ടീമുകൾ അപ്ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കും. അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അവർക്ക് അവരുടെ കംഫോർട്ടിൽ നിന്നിട്ട് അവർ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ വരുന്നവര് ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യലും പരിപാടി. കൾച്ചർ ഇഷ്ടപ്പെടുന്ന ഇതിൽ ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു കറക്റ്റ് 9 to 5 ജോലി ചെയ്യാൻ വരണവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിക്കോളുന്നത്. കാരണം കറങ്ങാൻ പോകാൻ പറയുന്നുണ്ട്, സിനിമക്ക് പോകാൻ പറയുന്നുണ്ട്, എല്ലാ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാ പരിപാടി തന്നെ കഞ്ചാവടി ഉണ്ടോ? നമ്മള് ഇതില്ല, ആ പരിപാടി മാത്രം നമ്മുടെ കമ്പനിയില്. ലഹരി നമ്മളെ ടീമിൽ ആരും ഉപയോഗിക്കൂല. ഉപയോഗിക്കുന്നവരെ നമ്മള് പ്രൊമോട്ട് ചെയ്യൂല. നമ്മളെ അണ്ടറിൽ കിട്ടിക്കഴിഞ്ഞാല് നമ്മള് ഹയർ ചെയ്യണ പോലെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്പോട്ടിൽ നമ്മളൊരു കൾച്ചറും കൂടിയും ഇതിൻ്റെ കൂടെ ബിൽഡ് ചെയ്യും. എല്ലാവരും താമസിക്കുന്ന സ്ഥലത്താകുമ്പോൾ ലഹരി നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ട്, സൊസൈറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ സൊസൈറ്റി പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നിങ്ങളൊരു വേറൊരു അംബാസിഡർ പ്രോഗ്രാം എന്നിട്ടൊരു സംഭവം ചെയ്യേണ്ടത്. അതെന്താ ശരിക്ക്? അത് ഓരോ പിന്നെ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകൾ. ഈ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ആരപ്പങ്ങളെ കസ്റ്റമർ? അപ്പോൾ അതൊന്നും കേൾക്കണില്ല. ഏതൊക്കെ വലിയ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരുണ്ട്? അതായത് ഇപ്പോൾ ശോഭ അങ്ങനത്തെ അങ്ങനെ ആരാങ്ങള്? അതൊക്കെ ശോഭ എന്നൊക്കെ പറഞ്ഞാൽ ശോഭ ഡ്രീം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 6000-6500 യൂണിറ്റ് അതിനകത്തുണ്ട്. പ്രസ്റ്റേജ് ലേക്ക് സൈഡ് ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4000 ഒക്കെ യൂണിറ്റ് വരുന്നതാണ്. അങ്ങനത്തെ ഒക്കെ വലിയ യൂണിറ്റുകളിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ജോലി ഇപ്പോൾ മക്കളൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യാനുണ്ടാവും. ഒരു പ്രായം അവരെ പേരൻസൊക്കെ എന്തുണ്ടാവും, ജോലി ചെയ്ത് ഇപ്പോൾ റിട്ടയർഡിലേക്ക് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊന്നൊരു ഇതില്ല, എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റിയിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് നിൽക്കണം. അപ്പോൾ അവരെപ്പോഴത്തെ ആളുകൾ നമ്മളെ ഇതിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ അവരെന്താ ചെയ്യുക, ഈ ഡെയിലി ഇതൊരു എസെൻഷ്യൽ ഡെയിലി പ്രൊഡക്റ്റ് പോലെ മിൽക്കൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ ഓർഡർ ചെയ്യുന്ന സാധനമാണല്ലോ, ചിക്കൻ ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ അവർ ഡെയിലി ഓർഡർ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡാറ്റാബേസിലേക്ക് അവര് നമുക്ക് ഷെയർ ചെയ്യും. അതിന് അഗേൻസ്റ്റ് നമ്മുടെ ടീമിൽ നിന്ന് അവർക്ക് ഡെലിവറി വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അതിന്റെ സാലറി ആണോ അല്ലെങ്കിൽ കമ്മീഷൻ? അല്ല, അവർക്ക് അതിന്റെ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ അനുസരിച്ച് അവർ വരുന്ന ഡെയിലി ജോബ് അല്ലാത്തതുകൊണ്ട് കമ്മീഷൻ. വരുമാനം എന്നുള്ളതല്ല, മെയിൻ ആയിട്ട് അവർക്കൊരു എൻഗേജ്മെന്റ് സിസ്റ്റം. അതിന് പാർട്ടായിട്ട് അത് വർക്ക് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അപ്പൊ അതിനൊരു ചെറിയൊരു വരുമാനം അവർക്ക് എന്ത് ചെയ്യും, കമ്മീഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല കമ്മീഷൻ വാങ്ങാനും പറ്റുന്നവരുണ്ട്. പിന്നെ ഈ ഇപ്പോൾ നിങ്ങൾ അവിടെ ലോഞ്ച് ചെയ്തു, ഏകദേശം ഫസ്റ്റ് 3 മാസം കൊണ്ട് തന്നെ ഒരു 3000 കസ്റ്റമറൊക്കെ എത്തി. എന്തായിരുന്നു ശരിക്കും ആ ജേണി? അത് നമ്മൾ 0 to
നമ്മളൊരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റീറ്റെയിൽ കൗണ്ടറിൽ വന്ന ആളുകളാണ് നമ്മൾ MVP ടെസ്റ്റ് ചെയ്തത് ആപ്പിന്റെ. അവരേക്കിൽ നമ്മൾ പ്രൊഡക്ഷൻ അപ്പൊ ഓൾറെഡി നമ്മളെ കമ്പനിനെ ട്രസ്റ്റ് ചെയ്ത ആളുകളാണ് നമ്മളെ ക്വാളിറ്റിയിൽ. അപ്പൊ അവരുടെ കുറച്ച് ടീമിന് നമ്മൾ എന്ത് ചെയ്തു, ഈ പ്രൊഡക്റ്റ് കൊടുത്തു. നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് നോക്കി ഈ സെയിം സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓൺലൈനിൽ ഡെലിവറി ചെയ്യുക, സെയിം കോസ്റ്റിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അവർ അത് ഓക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലുള്ള ബഗ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതൊന്നും കൂടി ഒരു പബ്ലിക്കിലാക്കിയത്. ഇപ്പൊ അതായത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം വീഡിയോ ഉണ്ടല്ലോ, എന്താ അതില് നമ്മള് 1-2 ടീമിനെ നമ്മൾ എന്തിട്ടുള്ളൂ, നമ്മളായിട്ട് ഇനീഷ്യേറ്റ് നമ്മൾ ഇത് മാർക്കറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവരുടെ റെഫറൻസിലൂടെയും കാര്യങ്ങളോടെയും അതായത് പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തവരാണ്. മലയാളി സാധനം കടൽമീൻ കഴിക്കാത്ത ആൾക്കാർ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വന്ന മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അവരായിട്ട് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് കോൺടാക്ട് ചെയ്ത് വന്ന് ചെയ്തവരാണ്. പിന്നെ ഈ കേരളത്തിന് പുറത്തുള്ള മറ്റുള്ളവർ എങ്ങനെയാണ് ഇതിന്റെ ഈ പ്രൊഡക്റ്റ് കാണുന്നത്? ഇപ്പൊ മലയാളീസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു മലയാളി കമ്പനിയാണെന്ന സാധനം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ബാംഗ്ലൂരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ ഡൈവേഴ്സിഫൈ ആയിട്ടുള്ള മാർക്കറ്റാണ്, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അവരുടെ ഇതിനോടുള്ളൊരു ഇംപ്രഷൻ എങ്ങനെയാണ്? ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്ത്യൻ ഡൈവേഴ്സിറ്റി പോലെ തന്നെ എല്ലാ സാധനവും മാർക്കറ്റും ഉള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂര്. നമ്മളെ കേരളക്കാരുണ്ട്, തമിഴ്നാട്ടുകാരുണ്ട്, ആന്ധ്രക്കാരുണ്ട്, ഡൽഹി, UP, ബീഹാർ, എല്ലാ കമ്മ്യൂണിറ്റികളും പെട്ട ഒരു സ്ഥലമാണ് ബാംഗ്ലൂര്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസുകളും അവർക്കൊക്കെ ഹാപ്പി ആക്കുന്ന രീതിയിലാണ് നമ്മളെ ആപ്പ് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഒരു ഏരിയ ഉണ്ട്. അവർക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആ ഒരു ലിസ്റ്റിലുണ്ടാവും. അങ്ങനത്തെ ഓരോ ടീമിനും ഓരോ കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ അതിൽ കേരളത്തിന് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാല് കരിമീൻ, അയില, മത്തി, ഓൺ സാധനങ്ങളൊക്കെ അതിനകത്ത് ഒറ്റ ക്ലിക്കിൽ അവർക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും, ഏത് ഇതിൽ പെട്ടതാണെങ്കിലും. അപ്പൊ ബംഗാളികൾ കാണുന്നുണ്ടെങ്കിൽ ബംഗാൾ കമ്മ്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ തിലോപ്പിയ, റോഹു, റൂപ്ചന്ദ്, ഹിൽസ, അങ്ങനത്തെ അവരുടെ ഫിഷുകളൊക്കെ അതിനകത്ത് ഉണ്ട്. അപ്പൊ അത് എല്ലാ കമ്മ്യൂണിറ്റിയും നമ്മൾ ഒരു പരിഗണിച്ചിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഐറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നിങ്ങൾ ടോപ്പ് ലെവൽ വിറ്റിട്ടുള്ള ഐറ്റം? ഫിഷ് ആണോ അല്ലെങ്കിൽ ചിക്കൻ ആണോ? എന്താണ്? അത് ചിക്കനാണ്. ഒറ്റ പ്രൊഡക്റ്റ് അത് കൂടുതൽ കുട്ടികളും ആളുകളൊക്കെ ചിക്കൻ്റെ ഈ ഫുൾ കട്ടിംഗ് ആണ് എടുക്കുക, അല്ലെങ്കിൽ ആൾക്കാരെ സ്പെഷ്യൽ ഫീസോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്? അത് ചിക്കൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പോകുമ്പോൾ അതിന്റെ കറി കട്ട്, ബിരിയാണി കട്ട്, അത് അവരുടെ കുക്കിംഗ് സ്റ്റൈൽ അനുസരിച്ച്. ഐറ്റം പറയണമെങ്കിൽ ഏതായിരിക്കും ഏറ്റവും കൂടുതൽ? ഫിഷില് നമുക്ക് സീ ഫിഷ്, പ്രോൺസ് പോകും, അയില. പ്രോൺസ് നിങ്ങൾ അയക്കണ സമയത്ത് അതിന്റെ അതൊക്കെ പൊളിച്ചിട്ടാണ് എങ്ങനെ അയക്കുന്നത്? ഡി ഷെല്ലുണ്ട്, പിന്നെ ഡിവൈൻ ഉണ്ട്, പല മെത്തേഡിൽ അതിന് കട്ടിങ് സ്റ്റൈലുണ്ട്. ഡിവൈന് ഓർഡർ ചെയ്യുന്നവർക്ക് ഡിവൈൻ ചെയ്തിട്ട് കൊടുക്കും. അവർ കുക്ക് ചെയ്യാനുള്ള രീതിയാണ്. ചിലവര് ഹോള് വാങ്ങും. അവർക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആപ്പിൽ ഏതാണ് അതിൽ വേരിയന്റുകൾ ഉണ്ടാവും. അതിലിപ്പോ നമുക്ക് ഹെഡ് വെച്ചിട്ട് ചെയ്യണതുണ്ടാവും. അപ്പൊ ശരിക്കും നിങ്ങൾ ഈ ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റമർ അത്രയും ഫീഡ്ബാക്ക് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള? ഞാൻ 1 വർഷത്തോളം റീറ്റെയിൽ കൗണ്ടറാണ് നടത്തിയത്. ഇതിന്റെ കസ്റ്റമർ ഒരു പെർസോണ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ശ്രമിച്ചത്. കസ്റ്റമർ എങ്ങനെയൊക്കെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് റീറ്റെയിൽ സ്റ്റോറിൽ, എന്തുകൊണ്ട് ഇത്രയും ഓൺലൈൻ സംവിധാനം ഉണ്ടായിട്ടും കസ്റ്റമർ റീറ്റെയിൽ സ്റ്റോറിൽ വന്ന് വാങ്ങും. എനിക്ക് തോന്നുന്നു രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി 11:30 നിങ്ങൾ സ്റ്റോർ ഓപ്പൺ ആണ് തോന്നുന്നു. രാത്രി വരുന്ന ആളുകളും കൂടി ഉണ്ട്, ലൈറ്റ് ആയിട്ട് വരുന്നവര്. അപ്പൊ അങ്ങനെ അവിടെ നിന്നിട്ട് കസ്റ്റമർ പെർസോണ മനസ്സിലാക്കിയിട്ടാണ് ഈ ഓൺലൈൻ സ്റ്റോർക്ക് വരുന്നതും അതിന്റെ ടെക്ക് ബിൽഡ് ചെയ്യണതൊക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ഓരോ സമയത്ത് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്? എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇതുണ്ടായിരുന്നത്? അല്ല, ഞാൻ ആദ്യം ഇതിന്നൊക്കെ മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് ഇതിനൊരു ലിസ്റ്റ് ചെയ്തു, കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന്. അതിനനുസരിച്ച് ആ സാധനം ബിൽഡ് ചെയ്തതിന് ശേഷമാണ് ഒരു മിനിമം ലെവലിൽ സാധനം ചെയ്തു. കേരളത്തിൽ എന്ന് വരും നെസ്ലി ഫ്രഷ്? കേരളത്തിലൊരു ഉടൻ പ്രതീക്ഷിക്കാം. വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കാനൊക്കെ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് അത്? ഇപ്പോൾ ഓപ്പറേഷൻ നിങ്ങളാണ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് മന്ത്ലി റിട്ടേൺ ആയിട്ട് വരുമോ? അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്? അതിൻ്റെ അവർ ഇതനുസരിച്ചാണ്. അവരൊരു ഇൻഫ്രാസ്ട്രക്ചറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെന്റ് ഇൻകം പോലെ അവർക്ക് എന്ത് ചെയ്യും, ഒരു സാധനം മന്ത്ലി കൊടുക്കും. അതായത് റെന്റൽ ഇൻകം പോലെ കൊടുക്കുന്ന സിസ്റ്റം. അങ്ങനത്തെ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് റേഷ്യോ ഓപ്പറേഷൻ സ്ട്രക്ചർ കവർ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ അവരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അത് നമ്മൾ റെന്റലായിട്ട് കൊടുക്കും. ഓപ്പറേഷനിൽ അവർക്ക് റോൾ ചെയ്യാൻ, കാരണം നമ്മൾ ക്വാളിറ്റി, അത് നമ്മളതിന്റെ ക്വാളിറ്റി. അല്ലാതെ ഇപ്പൊ ഒരു ഫ്രാഞ്ചൈസിയർ ആയിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് എന്താണ്, എത്രയാണ് ഒരു ബ്രേക്കിംഗ് സമയം ഇപ്പൊ ഇത് റൺ ചെയ്തിട്ടുള്ളതാണ്? എങ്ങനെയാണ് അതിന്റെ പ്ലാൻ ചെയ്തത്? അത് ഓരോ ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു
ഒരു 12 മാസം മുതൽ 18 മാസത്തിന്റെ ഇടയിൽ അതിന്റെ ബ്രേക്ക് ഈവനിൽ നമ്മൾ അത് ഓഫ്ലൈൻ ഓൺലൈൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണ്? അത് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർ കപ്പാസിറ്റി ചെറിയ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച്, കസ്റ്റമർ പെർസോൺ ഉണ്ട്, എവിടുന്നൊക്കെ എത്ര കസ്റ്റമർ കാരണം ഇപ്പൊ നിങ്ങള് 3 സ്ഥലത്താണെങ്കിലും ബാംഗ്ലൂർ ഏകദേശം വരുന്ന എല്ലാ ഓർഡറും ടേക്ക് ചെയ്യാൻ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എവിടുന്നാണ് കൂടുതൽ ഓർഡർ ചെയ്യുന്നത് അവിടെ ഓപ്പറേഷൻസ് മാറ്റി അതിനുള്ള വർക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്തോ ഒരു ആദ്യത്തെ ഓപ്പറേഷൻസ് ഒക്കെ ഒരു വണ്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ലൊക്കേഷനിൽ പോയിട്ട് എന്ത് ചെയ്യും, അവിടെ വണ്ടി ഇടുന്നു, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് വരുന്നതിനനുസരിച്ച് ഇതൊരു വണ്ടി ഒരു ഡാർക്ക് സ്റ്റോർ ആയി പോകുന്നുണ്ട്. അതെന്താ സംഭവം? അത് നമുക്ക് ഓരോ ഏരിയകളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇപ്പൊ നമ്മൾ നിലവിൽ വെക്കുന്നതിന്റെ ഒരു അപ്പുറത്തൊരു സ്ഥലത്ത് ഈ വണ്ടി കൊണ്ട് ഫിക്സ് ചെയ്യും. അവിടുന്ന് മാർക്കറ്റിംഗ് അതിന്റെ പെർഫോമൻസ് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ലീഡ്സ് എടുത്ത് ഒരു മിനിമം ഓർഡർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പൊ ആദ്യം തന്നെ പോയിട്ടൊന്നുമില്ല ഒരു ഫ്രാഞ്ചൈസിയർ ആര് വന്ന് ഞാൻ ഇന്ന ഫീൽഡ് ഏരിയയിൽ ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കൂല. ഇല്ല, നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ നോക്കും. എന്നിട്ട് അവിടെ നമുക്ക് ഈ സൂട്ട് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യും. അതല്ലാണ്ടെങ്കിൽ അടുത്ത പോയിന്റ് വണ്ടിയല്ലേ നമുക്ക് മാറ്റിയിടാം. ഭയങ്കര ഒരു അതായത് പെട്ടെന്നൊരു എടുത്തു ചാടിയിട്ട് ഒരു സ്റ്റോർ വരുന്നില്ല. ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് വരാതെ മാക്സിമം നമ്മൾ നോക്കാം. ഈ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഉണ്ട്, ഇപ്പോൾ ഇത് സ്റ്റാർട്ടപ്പ് ആണ്, അടുത്തൊരു റൗണ്ട് ഫണ്ട് പോകും. അപ്പോൾ എങ്ങനെയാണ് അതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അത് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ടീം വേറെ ഉണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ റൗണ്ട് ഫണ്ടും അതേ ഒരു വാല്യൂഷൻ ഒക്കെ പോയിട്ട് IPO ഒക്കെ പോയിട്ടുള്ള പ്ലാൻ ഒക്കെ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു SME ആണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ മെയിൻ IPO ഒക്കെ പ്ലാൻ ചെയ്യണം. അപ്പോ ഈ GCC എങ്ങനെയാണ് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്? GCC നമ്മള് എക്സ്പോർട്ടാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്. നമ്മളെ ഇതിന്റെ ആകെ നമ്മളൊരു മുതൽക്കൂട്ടുകാരൻ്റെ നമ്മളെ എക്സ്പീരിയൻസ് എക്സ്പോർട്ടിംഗ് ആണ് 12 വർഷത്തെ. അപ്പൊ അതിൽ നമുക്ക് അവിടെ ഇതുപോലെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീമുകളുണ്ട്. അവർ ഓൾറെഡി റെഡിയാണ് ഇൻവെസ്റ്റ് ചെയ്യാനും ഇതിൽ നമുക്ക് യൂണിറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ. നമുക്ക് ഓപ്പറേഷനിലാണ് എഫിഷ്യൻസി അവർക്കൊക്കെ അറിയാം. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ട് മേ ബി ഇതിന്റെ ഡെലിവറി കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതാണ് നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുള്ളത് ടെക്നോളജിയിലൂടെ. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് അവിടെ പോയി ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ അതിന് ടീമുകൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസും അവിടെ ഉണ്ട്. നമ്മൾ പഴയ നെറ്റ്വർക്ക് ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പൊ ഈ ബാംഗ്ലൂരും കേരളത്തിലൊക്കെ ഉള്ള ഇന്ത്യയിലെ ഇതിന്റെ കൂടെ പോകുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ അടുത്ത വർഷം എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ ഒരു അടുത്ത വർഷത്തിൽ GCC ക്രാക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ്. പെട്ടെന്ന് ചാടുന്നില്ല. അല്ല, ഒരു വർഷത്തിന്റെ ഈ ഒരു ഇവിടുത്തെ പരിപാടി ചെയ്തിട്ട് GCC ആണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഫിഷ് വാങ്ങുന്ന ആൾക്കാരോട് ഇപ്പോൾ ഇത് ഹെൽത്തിന് ബെനിഫിറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് ശരിയെന്ന് എനിക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ആണോ? ഹെൽത്തിന് ബെനിഫിറ്റ് ഒക്കെ കളറൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണ കണ്ടാൽ നമുക്ക് അന്തം ഏത് ഫിഷാ പോയി ഉണ്ടാക്കണമെന്നില്ല. ഭയങ്കര ഫിഷിനോട് നമുക്കൊരു ആക്രാന്തം വരും കാണുമ്പോൾ. അതെന്താ ശരിക്ക്? ഫിഷിന് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഫിഷ് നല്ല രീതിയിൽ കഴിക്കുന്നവരാണ്. പിന്നെ ഒരുപാട് പ്രോട്ടീൻ്റെ സോസുകളാണ്. എല്ലാ ദിവസവും ഫിഷ് കഴിക്കണം, മാത്രം ചിക്കൻ ഉണ്ടാവും. അത് കൂടുതൽ ആളുകളുണ്ട്. കുട്ടികളൊക്കെയാണ് പിന്നെ ഒരു ചിക്കനിൽ ആയി കഴിഞ്ഞാൽ, ഒരു മെച്ചൂർഡ് ആയി കഴിഞ്ഞ ആളുകൾക്കാണ് പിന്നെ ഫിഷിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ അവർ ഒരു വീക്കിലി 3 ടൈംസും 4 ടൈംസും ഒക്കെ കഴിക്കണവരുണ്ട്. എല്ലാ ദിവസവും ഫിഷ് കഴിക്കണതാണ് മലയാളികളെ പോലെ. പിന്നെ കൊൽക്കത്ത ടീംസൊക്കെ അതുപോലെ നല്ല രീതിയിൽ ഫിഷ് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫിഷറീസ് ഒക്കെ ടൈപ്പ് ആയിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ നടത്തുന്നത്? എന്താ നമ്മളെ സ്റ്റാൻഡേർഡ് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറി ടെക്നോളജിയിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫിഷ് പ്രോസസ്സിംഗ് ഹാൻഡ്ലിങ്ങിന്റെ സർട്ടിഫൈഡ് ആണ്. നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറി ടെക്നോളജിന്റെ സർട്ടിഫൈഡ് ആണ് നമ്മൾ. നിങ്ങൾ ഈ ഫിഷിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനൊക്കെ പറഞ്ഞു, എന്താ സംഭവം? അത് പിന്നെ ഒരു ഫിഷിന്റെ പുറത്തുനിന്ന് കാണുന്ന പോലെ തന്നെ അതിന്റെ ഉള്ളിലെ കണ്ടീഷൻസ് കൂടെ അറിയാനുള്ള ഒരു നമുക്കിതിന്റെ ഒരു SOP ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ അത്ര എക്സ്പേർട്ട് ആയിക്കോണം. ഞങ്ങളുടെ ആളുകളെ കിട്ടാനും ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് സിസ്റ്റം ആണല്ലോ. അത് അപ്പോൾ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ യൂറോപ്പിലെ സാധനമുണ്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് നമ്മളെ ഒരു ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ്. അടിച്ചു കഴിഞ്ഞാൽ ഫിഷിന്റെ ഉള്ളിലെ മീറ്റിന്റെ കണ്ടീഷന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അത് ഒരു സാധാരണക്കാരനാണ് നിങ്ങളെ ഔട്ട്ലെറ്റിൽ നിൽക്കുന്ന സെയിൽസ്മാൻ എന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ളത് ഫിസിക്കലി ആ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മാത്രമേ പുറത്ത് പോകുള്ളൂ. ഫിസിക്കലി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ ക്വാളിറ്റി ഒക്കെ നോക്കാൻ എക്സ്പോർട്ടിൽ ഇത്രയും ക്വാളിറ്റിയിൽ അവിടുന്ന് തിരിച്ച് പൈസ പോകുന്നുള്ള ഉറപ്പുള്ള വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ
ഇവിടെ കസ്റ്റമർക്ക് ഇതേ ക്വാളിറ്റി കീപ്പ് ചെയ്യാന്നുള്ളൊരു സാധനം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പോർട്ടിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് അതായി പോയി. അതിൽ പിന്നെ നമുക്ക് വേറെ ഒരു ഇതില്ല. 10 രൂപ ആ കസ്റ്റമർ കൂടുതൽ വാങ്ങിയാൽ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യും. അതിൽ വേറെ ക്വാളിറ്റിയിൽ വേറെ എക്സ്ക്യൂസ് ഇല്ല, നമുക്കില്ല. അപ്പോൾ എന്തായാലും നല്ല വളരട്ടെ, കേരളത്തിൽ നിന്ന് അടുത്തൊരു ഫിഷ് ബ്രാൻഡും കൂടി വരട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. ഓക്കെ, സീ.